സ്നേഹമുള്ളവരെ, ഞാനിന്ന് ക്വാണ്ടം തിയറിയും ദൈവവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ക്വാണ്ടം തിയറി ഫിസിക്സ് അഥവാ ഊർജതന്ത്രത്തിലെ ഒരു പുതിയ കണ്ടുപിടുത്തമാണ്. അതിൻ്റെ സംഗ്രഹം എന്താണ് എന്ന് ചോദിച്ചാൽ, നാം ഇന്ന് പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ എനർജിയുടെയും അഥവാ ഊർജത്തിൻ്റെയും സോഴ്സ് അഥവാ ഉറവിടം ഒന്നാണ്. ഏതെങ്കിലും ഒരു ഊർജം അഥവാ ഊർജ സ്രോതസ് ഇല്ലാതാകുമ്പോൾ അതിൽ ഉണ്ടായിരുന്ന ഊർജം അതിൻ്റെ മൂല ഉറവിടത്തിലേക്ക് തിരികെ പോകും. ഞാൻ മനസ്സിലാക്കുന്ന ക്വാണ്ടം തിയറിയുടെ ഏകദേശ രൂപമാണ് ഞാനിവിടെ പറഞ്ഞത്. ഇത് വലിയൊരു സത്യമാണ് ശാസ്ത്രം വഴിയായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. എല്ലാറ്റിൻ്റെയും ഉറവിടം ഒന്നാണ് എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. അതിലുപരി ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. ബൈബിളിനും മതബോധ ഗ്രന്ഥത്തിനും ആവശ്യമായ അടിത്തറ പാകിക്കൊണ്ട് കത്തോലിക്ക ദൈവശാസ്ത്രവും നിലകൊള്ളുന്നു. നമ്മൾ ഇന്ന് പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ അനേകം ഊർജ സ്രോതസ്സുകളാണ്. സൂര്യനൊരു ഒരു ഊർജത്തിൻ്റെ സ്രോതസ്സാണ്. നക്ഷത്രങ്ങൾ, പ്രകൃതി ശക്തികൾ, വെള്ളം, വായു, അഗ്നി എല്ലാം ഊർജത്തിൻ്റെ വലിയ വലിയ സ്രോതസ്സുകളാണ്. ഓരോ മനുഷ്യ ശരീരവും ഊർജത്തിൻ്റെ ഒരു സ്രോതസ്സാണ്. ഓരോ മൃഗവും ഊർജത്തിൻ്റെ ഒരു സ്രോതസ്സാണ്. അങ്ങനെ നമ്മൾ കാണുന്ന എല്ലാ ജീവജാലങ്ങളും സസ്യലതാദികളും മനുഷ്യനുമെല്ലാം ഈ പ്രപഞ്ചത്തിൻ്റെ ഊർജശക്തികളാണ് എന്ന് പറയേണ്ടി. മനുഷ്യനും മൃഗങ്ങളും എല്ലാം മരിക്കുകയും ചാകുകയും ഒക്കെ ചെയ്യുമ്പോൾ അവയിലുണ്ടായിരുന്ന ഊർജങ്ങൾ മൂലസ്രോതസ്സിലേക്ക് തിരികെ പോകുന്നുവെന്നാണ് ക്വാണ്ടം തിയറി പറയുന്നത്. നമുക്ക് കലാരൂപങ്ങളുണ്ട്. സിനിമയുണ്ട്, നാടകമുണ്ട്, കഥകളിയുണ്ട്, ഗാനങ്ങളുണ്ട്, മ്യൂസിക്കുണ്ട്. അങ്ങനെ ഇതെല്ലാം നമ്മിലെ വിവിധ ഭാവങ്ങൾ, രൂപങ്ങൾ, അതുപോലെ തന്നെ ശക്തികൾ, ഊർജങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട് എന്ന് പറയേണ്ടി. അതുവഴിയായി മനുഷ്യനുണ്ടാകുന്ന വികാരങ്ങൾ അതൊരു ഊർജമാണ്. മൃഗങ്ങളിൽ അത് ഊർജം സൃഷ്ടിക്കുന്നു. ഇനിയും രണ്ട് വ്യക്തികൾ തങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം ഒരു ഊർജമാണ്. അത് അവരെ സന്തോഷിപ്പിക്കുന്നു, അവരെ സുഖപ്പെടുത്തുന്നു, അവർക്ക് ഉത്തേജനം നൽകുന്നു, അവർക്ക് കൂടുതൽ ഫലദായകമായി പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു. സ്നേഹത്തിൻ്റെ ഒരു വലിയ ശക്തിയാണ്. സ്നേഹം നമ്മളിൽ വലിയ രൂപാന്തരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരേ സ്രോതസ്സിൽ നിന്ന് വരുന്നു, ഒരേ സ്രോതസ്സിലേക്ക് അവസാനം തിരികെ പോകും. ക്വാണ്ടം തിയറിയുടെ സംഗ്രഹം അതാണ്. ഇത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ദൈവം നമ്മളിൽ ഓരോ നിമിഷവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് സ്വാഭാവികമായ ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള ഇടപെടലുകൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിന് പറഞ്ഞാൽ നാച്ചുറൽ കൺകറൻസ് ഓഫ് ഗാഡ്. ദൈവം
നമ്മളിപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നു. ദൈവത്തിൻ്റെ കൺകറൻസ് ഇല്ലെങ്കിൽ കാഴ്ച നഷ്ടപ്പെടും. നമ്മുടെ ബാഹ്യമായ കണ്ണുണ്ട്, ശാരീരിക അവയവമുണ്ട്, ബാക്കി എല്ലാം പ്രവർത്തിച്ചാലും ദൈവം നമ്മുടെ കണ്ണിലൂടെ കൺകർ ചെയ്യുമ്പോഴാണ്, അഥവാ ദൈവം അതിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് വളരെ വലിയൊരു സത്യമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ദൈവം അസാധാരണമായിട്ടും പ്രകൃതിയിലും മനുഷ്യരിലും ഒക്കെ ഇടപെടുന്നു. ഇപ്പോൾ ഒരു ക്യാൻസർ രോഗം സുഖപ്പെടും, ദൈവത്തിൻ്റെ ഒരു അസാധാരണമായ ഇടപെടൽ. ഒടിഞ്ഞ കാല് സുഖപ്പെടും. അല്ലെങ്കിൽ ഒരു 5 നില കെട്ടിടത്തിൻ്റെ താഴേക്ക് ചാടിയിട്ട് ഒരു അപകടവും സംഭവിക്കാതെ പോകും. അല്ലെ, അങ്ങനെയുള്ള വ്യക്തികളെ അന്തരീക്ഷത്തിൽ പിടിച്ചു നിർത്താൻ സാധിക്കും. അതൊക്കെ അസാധാരണമായ ദൈവത്തിൻ്റെ ഇടപെടലുകളാണ്. രോഗശാന്തികളാണെങ്കിലും അതുപോലെയുള്ള അത്ഭുതകരമായ കാര്യങ്ങളിലെല്ലാം ദൈവം അസാധാരണമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഇടപെടാറുണ്ട്. അതിനാണ് മിറാക്കുലസ് കൺകറൻസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അസാധാരണമായ ദൈവത്തിൻ്റെ ഇടപെടൽ. അത് സാധാരണമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് പോലെ. അപ്പോൾ ഇത് നമ്മളെ തന്നെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ സാധാരണമായി ദൈവം നമ്മളിൽ ഇടപെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ദൈവം അസാധാരണമായിട്ടും ഇടപെട്ടിട്ടുണ്ട്. നമ്മളിലേക്ക് തിരിച്ച് നോക്കുമ്പോൾ പല അപകടങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവായിപ്പോയി. പല വിധത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാനിടയായത് നമ്മളിൽ നിന്ന് മാറിപ്പോയി. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് നമുക്കൊരു ദൈവാനുഭവം ഉണ്ടാകുന്നതെന്ന് പറയും. അത് സാധാരണമായിട്ടുള്ള സൗഖ്യം പ്രാപിക്കലോ അതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ അത്ഭുതകരമായ ദൈവത്തിൻ്റെ നമ്മുടെ ജീവിതത്തിലുള്ള ഇടപെടലെന്ന് പറയുന്നു. ക്വാണ്ടം തിയറിയും നമ്മുടെ ജീവിതവും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സ്രോതസ്സുകളും നമ്മെ ഒരേ ഒരു കാര്യമാണ് വ്യക്തമായിട്ട് ഇന്നത്തെ ശാസ്ത്രീയ സയൻറ്റിഫിക് തിയറിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അതായത് ദൈവമാകുന്ന ഉറവിടത്തിൽ നിന്ന് എല്ലാ എനർജികളും ഊർജങ്ങളും പുറപ്പെടുന്നു. അങ്ങനെയുള്ള ഊർജങ്ങൾ അത് അവസാനിക്കുമ്പോൾ, മരണമടയുമ്പോൾ അത് ഉത്ഭവ സ്രോതസ്സിലേക്ക് തന്നെ, അല്ലെ മൂലരൂപത്തിലുള്ള ഊർജത്തിൻ്റെ സ്രോതസ്സിലേക്ക് തന്നെ തിരിച്ചു. ദൈവം ഓരോ നിമിഷവും നമ്മിലും ലോകത്തിലും പ്രപഞ്ചത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. അതേ സമയത്ത് ദൈവത്തിൻ്റെ സാധാരണമായ കൺകറൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും ആ നല്ലവനായ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുമുള്ള ഒരു ആധുനികമായ ഊർജതന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തമാണ് ക്വാണ്ടം തിയറി എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. താങ്ക് യു.